അഡ്വക്കേറ്റ് MK ഹരിദാസ് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇവിടെ കർണാടക ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കിയിരുന്നു ഇന്ന് എന്താണ് ഹൈക്കോടതി പറയാൻ പോകുന്നത് എന്ന്. പക്ഷേ SFIOയ്ക്ക് ഗുണകരമായ നിർദ്ദേശങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഒരു കാര്യം കേന്ദ്ര ഏജൻസി പറഞ്ഞു കോടതിയിൽ, ഒരു റിപ്പോർട്ട് രൂപത്തിൽ കൊടുത്തിട്ടില്ല എങ്കിലും അഭിഭാഷകൻ പറയുകയുണ്ടായി 1.72 കോടി രൂപ എക്സാലോജിക് കമ്പനി വാങ്ങിയത് സേവനം നൽകാതെയാണെന്ന്. അത് തന്നെ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ ആ ഉത്തരവ് തുടക്കം മുതൽ ചർച്ച ചെയ്തു വന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഒന്ന് തന്നെയല്ലേ? നോക്കൂ മഞ്ജുഷ്, ഒന്നാമത് താങ്കൾ എന്നെ അസ്കറിലേക്ക് പോകേണ്ടതിന് പകരം എന്നെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അഭിഭാഷകനല്ല. അത് പോട്ടെ, അത് സാരില്ല. അല്ല, പ്രേക്ഷകർക്ക് ഇത് എന്നെ അറിയുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കും ഞാൻ അഭിഭാഷകൻ എന്നാണ് മഞ്ജുഷിനെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ മഞ്ജുഷ്, ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മഞ്ജുഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സത്യം എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം പത്രപ്രവർത്തകരിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ നമ്മൾ ഈ വിഷയമൊന്നും ചർച്ച ചെയ്യില്ലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇങ്ങനത്തെ ഒരു പരാമർശം അവരുടെ ഒരു വിധിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇത്തരത്തിൽ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളും നമ്മുടെ കേരളത്തെ മൊത്തത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതിപ്പോൾ നോക്കൂ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരാറുകാരെയൊക്കെ മറയാക്കിക്കൊണ്ട് എത്ര കോടി രൂപയുടെ എത്ര തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. ഇത് വളരെ കോയിൻസിഡൻസ് ആയിട്ട്, വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നൊരു വിവരമായതുകൊണ്ട് നമ്മൾ ഈ വിഷയം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തു. ഇതിൻ്റെ ഇത്രയെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ശ്രീ മഞ്ജുഷ്, ഞാനൊരു കാര്യം പറയുകയാണ്. ഈ SFIO അന്വേഷിച്ച കേസുകളിൽ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പൊതുപ്രവർത്തകരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ പറയുകയാണ്, SFIO അന്വേഷിച്ച കേസുകളിലൊന്നും ഇതുവരെ ആരും ജയിൽ ശിക്ഷയൊന്നും ഇന്ത്യയിൽ അനുഭവിക്കുന്നതായിട്ടൊന്നുമില്ല. കാരണം 2 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു BJPയുടെ ആൾ പറഞ്ഞു, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ആൾ, ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു സഹാറയുടെ, ഇവരൊന്നും ജയിലിലായിരിക്കുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളുമായിട്ടല്ല. SFIO അന്വേഷിക്കുന്ന കേസുകളൊക്കെ തന്നെ ഒരു വിധത്തിൽ അത് പിഴയടച്ചുകൊണ്ട് ഊരാനുള്ള എല്ലാ പഴുതുകളും ഈ SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളൊരു വസ്തുത താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നെപ്പോലെ ഉത്കണ്ഠപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ഷാബു പ്രസാദിനെയൊക്കെ ചൂണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതൊരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും വീണ വിജയന് നേരെ ചെറുവിരൽ ചൂണ്ടാൻ ഇന്നത്തെ ഈ അന്വേഷണം CBI അന്വേഷണത്തിന് വരെ ഉത്തരവിടാമായിരുന്നു. അതുണ്ടായില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. CBI അന്വേഷണം നടക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ SFIO അന്വേഷിക്കുന്നത്. അപ്പോൾ CBIയുടെ പരിധിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ വിജയൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് ഇവിടുത്തെ എല്ലാ വിഭാഗം നീതിന്യായ വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഭിഭാഷകർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് അന്വേഷണം വന്നില്ല? മഞ്ജുഷെ, നാടൻ ചൊല്ലുണ്ട്, എന്ത്, കക്കാൻ അറിയുന്നവന് നിൽക്കാൻ അറിയാം. ഭംഗിയായിട്ട് ഇത്തരത്തിൽ 1,72,00,000 രൂപ ഒരു നൽകാത്ത സേവനത്തിന് വാങ്ങുന്ന ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും അത് വാങ്ങിയിരിക്കുന്നത്. ഒരു മുതലക്കുട്ടികൾ ഈ ലോകത്തിൽ നീന്താൻ പഠിപ്പിച്ചിട്ടില്ല. അവ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവ നീന്തിക്കൊണ്ടാണ് കരയ്ക്ക് കയറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം പ്രകാരം വീണ വിജയൻ ഈ കമ്പനി തുടങ്ങിയത് തന്നെ അത് പൂട്ടാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? അതിൻ്റെ കാലാവധിയും അവിടെ നടന്നിട്ടുള്ള അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. അത് പൂട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാവിയെ ഉദ്ദേശിച്ചിട്ട്, അതിൻ്റെ വരാൻ പോകുന്ന ടേൺ ഓവറുകളെ ഉദ്ദേശിച്ചിട്ടൊക്കെ നടത്തുന്ന കമ്പനികളുടെ ഒരു ബാലൻസ് ഷീറ്റ് അല്ല അതിൽ. 67 ലക്ഷം രൂപ വീണ വിജയൻ അതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നു. 72 ലക്ഷം രൂപ ശമ്പളമായിട്ട് നൽകുന്നു. ആർക്ക് ശമ്പളം നൽകി? എന്തിന് ശമ്പളം നൽകി? അപ്പോൾ കുറേ പണം ഇത്തരത്തിലൊരു സ്ഥാപനത്തിലേക്ക് വരണം. കുറേ പണം അത്
വെളുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയുടെ പേരിലുള്ള ഇത്തരമൊരു സംഭവത്തിൽ, ഇത്തരമൊരു തട്ടിപ്പിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം ഇത് നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ അസ്കർ വിശദീകരിക്കാൻ പോകുന്നത്, അസ്കറിൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടായിരിക്കും അസ്കറിന് ഇതിനൊരു വിശദീകരണം നൽകാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ഈ 1,72,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് നൽകാത്ത സേവനത്തിനാണ്. ഇത് വിശദീകരിച്ച് വഷളാക്കിയ ഒരു വിഷയമാണ്. ഇപ്പം ഇത് ഈ SFIO നാളെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രേഖകളൊക്കെ നൽകണമെന്ന് ശ്രീ വീണ വിജയന് അറിയാം. അപ്പോൾ വീണ വിജയന് ഈ രേഖകൾ നമ്മുടെ ഇത്തരം ചാനലുകൾക്ക് വേണ്ട, അവരുടെ പാർട്ടി ചാനലുകൾക്കോ അവരുടെ പാർട്ടി പത്രത്തിലോ അതിൻ്റെ പ്രസക്ത ഭാഗം ഒരു കോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നീട് ഈ ചർച്ചകൾ വരില്ല. അപ്പോൾ അത്തരത്തിലൊരു രേഖ നാളെ SFIO ആവശ്യപ്പെട്ടാലും നൽകാൻ പിന്നീട് ഈ വിവരങ്ങൾ പുറത്തു വന്ന ശേഷം ഉണ്ടാക്കിയതായിട്ട് നൽകാനല്ലാതെ അതിനു മുമ്പ് ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് നമ്മുടെ നാട്ടിൽ മുദ്രപത്രത്തിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പഞ്ഞവുമില്ല. അതായത് ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന നമ്മൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് 20 കൊല്ലം മുമ്പിലത്തെ മുദ്ര സ്റ്റാമ്പ് പേപ്പർ വേണമെങ്കിലും ലഭ്യമായ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടൊരു പക്ഷേ നമുക്ക് ഈ SFIOയെയും അതുപോലെ തന്നെ CROയെയും ഒക്കെ വഞ്ചിക്കാമെങ്കിലും ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തല്ല വീണ വിജയൻ ഈ പൈസ വാങ്ങിയിരിക്കുന്നത്. പകൽ പോലെ ഒരു സത്യമാണ് എന്നിരിക്കട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ സത്യം പുറത്തു കൊണ്ടുവരട്ടെ.